28 മുതൽ. अभी शायद से हम पढ़ेंगे. അവൻ അക്കരെ ഗദരേനരുടെ ദേശത്തെത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവനെ എതിരെ വന്നു. അവർ അത്യുഗ്രന്മാരായിരുന്നത് കൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. जब वह उस पार गदरियों के देश में पहुंचा तो 2 मनुष्य जिनमें दुष्ट आत्माएं थी कब्र में से निकलते हुए उसे मिले, जो इन्हें प्रचंड थे कि कोई उस मार्ग से जा नहीं सकता था. ഞാൻ ഈ വചനം എടുത്തപ്പോ പെട്ടെന്നൊരു ഓർമ്മ വന്നു. ജിജോ പാസ്റ്റർ മീററ്റിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കൺവെൻഷൻ നടന്നു. मैंने इस वचन लेने के समय मुझे जल्दी याद में आया हुआ एक बात यह है कि जिजो पास्टर ने जब मेरठ में एक कन्वेंशन चलाया था तभी एक संभव हुआ है. ആ കൺവെൻഷന്റെ ഞാനും പോയി. ആ കൺവെൻഷന്റെ അനുഗ്രഹത്തിനായി ഒരു ജാഗരണ പ്രാർത്ഥന ഒരു വീട്ടിൽ നടക്കുകയായിരുന്നു. कन्वेंशन में मैं भी गया है. वहां पर एक कन्वेंशन के अनुग्रह के लिए एक जागरण का एक प्रेयर हो रहा था एक घर पे. ആ പ്രാർത്ഥനയിൽ എനിക്കാണ് പ്രസംഗത്തിന് അവസരം തന്നത്. उससे के प्रार्थना में मुझे अवसर मिला है भाषण देने के लिए. ആ സോണൽ പ്രസിഡന്റിന്റെ മകനാണ് എനിക്ക് അത് പരിഭാഷപ്പെടുത്തുന്നത്. वहाँ के सोनल प्रसन्न के जो जवाई है मुझे उसके बेटा मुझे जो अगुवाई अनुवाद करते थे. അപ്പോൾ ആ വലിയ ശക്തിയായിട്ട് അന്നത്തെ വചന ശുശ്രൂഷ നടന്നു. जैसे सामर्थ्य से भरा हुआ सुसमाचार सेवकाई उसी दिन प्रकट हुआ. അപ്പോൾ ആ വചന ശുശ്രൂഷയിൽ അക്കരയ്ക്ക് ചെന്നാൽ ഭൂതം വിട്ടുപോകും. उस वचन का सेवकाई में वैसे थे कि उस पार जाएगा तो भूत निकल जाएंगे. യേശുവിനെ അക്കരയ്ക്ക് കടത്തരുത്, അതായിരുന്നു പിശാചിന്റെ ലക്ഷ്യം. यीशु मसीह को उस पार नहीं पहुंचाना है शैतान के उद्देश्य. ആ സമുദ്രം ഭയങ്കര പ്രക്ഷുബ്ധമായി. वह समुद्र बहुत हमें घर जुड़े. കാറ്റിനെ ശാസിച്ചു എന്നുള്ള വിഷയമാണ് അന്ന് സംസാരിച്ചത്. जो हवा को जब ताम लिया डाटा है उसी विषय के बारे में प्रचार किया. അക്കരെ കടന്നാൽ ആ മനുഷ്യന്റെ 6000 ഭൂതം വിട്ടുപോകും. उस पार अगर पहुंचाए उस मनुष्य के शरीर से 6000 दुष्टात्मा निकल जाएंगे. ഏതായാലും ആ കൺവെൻഷനോടുള്ള ബന്ധത്തില് കൺവെൻഷൻ കൂടി ഭയങ്കര സംഭവങ്ങൾ അവിടെ നടക്കാനിടയായി. लेकिन उस कन्वेंशन में जो परमेश्वर के बड़े कार्य वहां पर प्रकट होने लगा. ബെയ്ത്തോമേൽ ഭക്ഷണം പാചകം ചെയ്യുക 3 പ്രാവശ്യം ഹൈ പ്രഷർ ഗ്യാസിന് തീ പിടിച്ചു. फैतों में जब खाना बनाने के समय 3 बार वो हाई प्रेशर होने के द्वारा वहां पर आग लग गया. ഞാൻ ഇപ്പോഴും പലപ്പോഴും ചിന്തിക്കും അതെങ്ങനെ സംഭവിച്ചു. സംഭവിക്കാൻ ഒക്കാത്തത് സംഭവിച്ചവിടെ. मैंने ये अभी भी सोच रहा हूँ ये कैसा हुआ है क्योंकि वैसा काम वहां हो नहीं सकता है. ആ ഭക്ഷണത്തിന്റെ രുചിയെല്ലാം പോയി വല്ലാത്തൊരു ഭക്ഷണമാക്കി അത് മാറി. वो खाने का टेस्ट सब चले गया, खाना तो बिगाड़ दिया. വിശ്വാസികളെല്ലാം എന്നെ ശാസിച്ചു. विश्वासी लोग सब डाटा है. ഒടുവിൽ അവര് ഭക്ഷണം ഉണ്ടാക്കി. ആ ഭക്ഷണവും വല്ലാത്ത നിലവാരത്തിലായി. उसके बाद उन लोग खाना बनाया, वो खाना भी ऐसा ही खराब होने लगा. അവിടെ വൈകിട്ട് കൺവെൻഷൻ നടക്കുന്നില്ല. ജനറേറ്റർ ഓഫായി, കറണ്ടിന്റെ സംവിധാനം പോയി, അതിന്റെ പുറകെ എല്ലാരും നടക്കുക. क्योंकि वहां पर कन्वेंशन चलाने के नहीं होते हुए करंट चले गया और जनरेटर का भी प्रॉब्लम हो गया. लोग सब उसके पीछे थे. കൺവെൻഷൻ പ്രാസിംഗിന് ബുദ്ധിമുട്ട് വരിക. जो प्रचार करने वाला प्रचारक है उसको उनको भी तकलीफ हुआ. തൊട്ടടുത്ത ഗ്രാമവാസികളെല്ലാം കൂട്ടമടിയായി. उनके बाजू में जो गांव के लोग सब मारामारी शुरू किया. ഏതായാലും കൺവെൻഷൻ ഒരു വിധത്തിൽ നടന്നു. लेकिन किसी भी तरह से वो कन्वेंशन वहां पर हुआ है. ചില മാസങ്ങൾക്ക് മുൻപ് ആ ദൈവദാസനെ അദ്ദേഹം പ്രസംഗിക്കാൻ ചെന്ന ഗ്രാമത്തിലിട്ട് ഗ്രാമവാസികൾ തല്ലിക്കൊന്നു. कुछ महीनों के पहले जो वहां पर प्रचार करने वाला एक परमेश्वर के दास आया था, उनको गांव के लोग सब मिलकर मार डाला. ആ സോണൽ പ്രസിഡന്റിനെ അവരെ കൊന്ന ആ ക്രമീകരണങ്ങളെല്ലാം ജിജോ പാസ്റ്റർ ചെയ്ത് ഇവിടെ നാട്ടിൽ കടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് സംസ്കാരം നടത്തി. वहाँ के जो सोनल पास्टर था उसको जब लोग मर डाला, वहां से जो पास्टर ने उनको लेके आके गांव में लेके आके उनके अंतिम संस्कार किया. ചില ശുശ്രൂഷകൾക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയും ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ സംഭവിച്ചിരിക്കും എന്നാണ് എന്നെ ദൈവം പഠിപ്പിച്ചത്.
कुछ सेवकाई में परमेश्वर के काम अगर प्रकट हो जाएगा, परमेश्वर वहां पर कार्य करने के समय ऐसे कुछ संभव होता है करके परमेश्वर ने मुझे सिखाया। കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം തോമസ് മാസ്റ്റർ വിവാഹപ്രായമായവര് വിവാഹം കഴിക്കാതെ വണ്ണം മാറ്റി നിർത്തിയിരിക്കുന്ന ചില സംഭവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. थॉमसन पास्टर ने पिछले दिनों में जैसा शादी का उम्र हो गया हुआ, शादी में जो तैयार होता है, शादी नहीं होता है, उन लोगों के लिए प्रार्थना करने के लिए एक प्रार्थना के आह्वान किया हुआ मुझे याद आया। അതിനകത്ത് ചില ദൈവ നിയോഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. उसमें कुछ परमेश्वर का योजना है, परमेश्वर ने जो तैयार किया हुआ कुछ योजना है करके मुझे मालूम पड़ा है। ദൈവത്തിന്റെ വചനം ഒരു കാലത്ത് നിഷ്ഫലമായി പോവുകയില്ല. परमेश्वर के वचन कभी भी निष्फल नहीं होते हैं, അത് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. क्योंकि वो फल देते रहेंगे। ഏതെങ്കിലും ഒരു സമയത്ത് അത് ആ വിത്ത് നിലത്ത് വീണാൽ അത് കിളിർത്തിരിക്കും. कौन सा भी एक समय में अगर वो बीज जमीन पर गिरा हुआ है तो वो जरूर उगेगा। നമ്മളിവിടെ വായിച്ച വാക്യത്തിൽ നിന്ന് എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ചിന്ത തന്നതായ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. हमने ये पढ़ा हुआ वचन के आधार से ये दिनों में परमेश्वर दिया हुआ कुछ चिंता है आप लोग के सामने मैं प्रेषित करना चाहता हूँ। കർത്താവായ യേശുവും ശിഷ്യന്മാരും അക്കരെ ഗദരേന്യരുടെ ദേശത്ത് എത്തിയാറെ ഭൂതഗ്രസ്തൻ ശവക്കലറകളിൽ നിന്ന് പുറപ്പെട്ട് അവനെ എതിരെ വന്നു. हम देखते हैं कि जब वह उस पार गदरियों के देश में पहुंचा तो दो मनुष्य जिनमें दुष्ट आत्माएं थी कब्र में से निकलते हुए उसे मिले। അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ യേശു പുറപ്പെടുന്നതിന് മുമ്പ് ആ പിശാചിനെ ശാസിച്ചിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. मार्कोस का सुसमाचार में हम पढ़ने के समय हमें ऐसा पढ़ने के लिए मिलता है कि यीशु मसीह यहाँ से निकलने के पहले ही वो दुष्टात्मा को डांटा था। അത് ശാസിച്ചിരുന്നത് കൊണ്ടാണ് ആ ഭൂതഗ്രസ്തൻ വന്ന് കർത്താവിന്റെ കാൽക്കൽ വീഴാനിടയായത്. उन्हें प्रभु यीशु मसीह पहले ही से डांटने के कारण वो दुष्टात्मा से भरा हुआ मनुष्य यीशु मसीह के पांवों तले गिर पड़े। അവന്റെ ദേഹത്തെ 6000 ഭൂതമായിരുന്നു. उनके शरीर में 6000 दुष्टात्माएं थे। ആ ഭൂതം ഇവരെ വസ്ത്രം ധരിക്കാൻ സമ്മതിക്കയില്ല, ചങ്ങലകൾ ഉരുമി പൊട്ടിക്കുക, സബലീയ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നവനാണ്. ये दुष्टात्मा उन्हें वस्त्र पहनने के लिए नहीं देता है और जंजीरों से बांध नहीं सकता है, बहुत सारे स्वभाव में वो करते थे। യേശുവിനെ കണ്ട ഉടനെ അവൻ നിലവിളിച്ചു. यीशु मसीह को देखते ही वह चिल्लाने लगा। 29 വാക്യത്തിൽ അവർ നിലവിളിച്ചു, ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? यहाँ पर 19 आयत में देखते हैं कि और देखो उन्होंने चिल्लाकर कहा हे परमेश्वर के पुत्र हमारा तुझसे क्या काम। അപ്പോൾ അവിടെ ബഹുവചനത്തിലാണ് ഭൂതഗ്രസ്തൻ പറയുന്നത്. यहाँ पर जो बहुवचन में दुष्टात्मा बात करता है, അവിടെ പറയുന്നു ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്നാ വിഷയമെന്ന് ചോദിച്ചു. यहाँ पर पूछता है ये परमेश्वर के पुत्र हमारा और तुझसे क्या काम। എന്നിട്ടത് പറയുകയാണ് സമയത്തിന് മുമ്പേ നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. और पूछता है कि क्या तू समय से पहले ही दुख देने यहाँ आया है। ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ അവിടെ വായിക്കുന്നത് ഈ ഭൂതഗ്രസ്തൻ നിലവിളിച്ചിട്ട് പറയുന്നു സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. मरकोस के और लूकोस की किताब में भी हम पढ़ेगा तो वहां पर भी ये हम देखते हैं, वहां पर उसने ऐसा कहता है हमें समय के पहले तुम हमें दुख क्यों देता है। ഇന്ന് ദൈവദാസന്മാര് പ്രാർത്ഥിച്ചു ബന്ധിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി കേൾക്കുന്നുണ്ട്. आज परमेश्वर के दास लोग जो प्रार्थना करके बांध लेता हूं करके बोलते हुए हमें बहुत सुनते हैं। ബന്ധിക്കാനായിട്ട് അധികാരമില്ല, क्योंकि बांधने के लिए अधिकार नहीं है, ശാസിക്കാൻ അധികാരമുണ്ട്, डांटने के लिए अधिकार है। അവിടെ പറയുന്നു കർത്താവ് ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, ആ ദിവസത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. यहाँ पर हम देखते हैं कि उसने कहते हैं जो परमेश्वर ने एक समय नियुक्त किया है उस समय के पहले हमें दंड ना देना। അപ്പോൾ അവിടെ അങ്ങനെ ഒരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പന്നിക്കൂട്ടം. तो वहां पर एक शुगरों का बहुत झुंड वहां पर है। ഞങ്ങളെ അങ്ങോട്ട് അയക്കണമേ എന്ന് പറഞ്ഞു. हमें वहां पर भेज दे करके कहा।
ചില ബന്ധനങ്ങൾ അഴിയുമ്പോൾ ചില സാധ്യതകൾ അതിനപ്പുറത്ത് നടന്നിരിക്കും. कुछ बंधन खुलने के समय उसके बाजू में और कुछ संभव हो सकता है. ജിജോ പാസ്റ്റർ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അവിടെ അവരുടെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഫെയിലാകുക. जो पास्टर गया दिनों में भी बताया, वहां के उनके जो इलेक्ट्रॉनिक चीजें खराब हो जाता है. ഒടുവില് അത് പ്രാർത്ഥിച്ചു, അത് മാറിയപ്പോൾ എലിശല്യം ഉണ്ടാകുക. क्योंकि वो प्रार्थना करके और आगे बढ़ने के समय और चूहों की तकलीफ हुआ. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥിച്ച് അതിനുശേഷം പാമ്പിന്റെ ശല്യം ഉണ്ടാകുക. हम प्रार्थना करके इस प्लेटफॉर्म में प्रार्थना करके उनसे बचने के समय वो सांप के सता हुआ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ബെയ്ത്തോമിനും സഭാ ഹോളിന് ചുറ്റും മനുഷ്യനിങ്ങനെ നടക്കുക. പക്ഷെങ്കിൽ അവിടെ 8 ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറയിൽ ആരെയും കാണത്തില്ല, സംസാരവും നടപ്പും മാത്രം കേൾക്കാം. वहां पर उसके चारों ओर 8 कैमरा रखा है कलीसिया के चारों ओर, लेकिन गया दिनों में ये सुनाई देता है, वहां पर कोई मनुष्य चलता है और बात करते हुए शब्द सुनाई देता है, लेकिन कोई मनुष्य को दिखाई नहीं देता है. ഇപ്പോഴവിടുത്തെ പ്രശ്നം കറണ്ട് നഷ്ടപ്പെടുത്തുക. അവർക്ക് അവരുടേത് മാത്രം കറണ്ട് ഇല്ലാതാകുക, ബാക്കി എല്ലായിടത്തും കറണ്ട് ഉണ്ടാകുക. अभी उनका जो समस्या वही है, केवल उन्हीं के घर में बिजली चलाई जाता है और दूसरा किसी को कुछ प्रॉब्लम नहीं होता है. അപ്പൊ പിശാച് ഇങ്ങനെ അതിന്റെ തന്ത്രങ്ങളെ മെനഞ്ഞുകൊണ്ടിരിക്കും. शैतान ऐसा कुछ युक्तियां करते रहता है. ചില വിശ്വാസികള് പോരാടുമ്പോൾ നഷ്ടങ്ങൾ വരുത്തി തരും. कई शैतान ऐसा जो काम करते हैं हमारे लिए कई सारे नष्ट करा देता है. അത് നമ്മുടെ യോബിന്റെ ജീവിതത്തിലെ സംഭവം നമുക്കറിയാം. वो अय्यूब के जीवन में हुआ हम देखते हैं. ദൈവത്തോട് ചോദിച്ചു, ദൈവം അനുവദിച്ചു, പിശാച് പോയി സകല കാര്യങ്ങളും അവിടെ ചെയ്തത് നമുക്കറിയാവുന്നതാണ്. परमेश्वर से अनुमति मांगा, परमेश्वर अनुमति दिया, शैतान जाके वहां पर सब कुछ नुकसान किया. പക്ഷെ ഇവിടെ നടന്ന സംഭവം कर्ताവ് അതിനെ ശാസിച്ചപ്പോൾ ആ പിശാച് 6000 എണ്ണം പോയി പന്നിയെ കൊന്നേച്ച് ആ ദേശനിവാസികളുടെ ദേഹത്തിൽ നിന്ന് കയറി. यहाँ पर हम देखते हैं ये दुष्टात्मा उनके शरीर से निकल जाके और शुअरों के बीच में जाके उनको मर डाला. उसके बाद वहां के गांव के लोगों के पास जाके पहुंच गया. ആ ദേശനിവാസികൾ യേശുവിനോട് പറയാ, ഞങ്ങളുടെ അതിരെ കണ്ടേക്കൽ വിട്ടുപോക്കോളാൻ പറഞ്ഞു. देश के निवासी लोग आके यीशु से कहा है, हमारा सीमा तक नहीं आना, ये देश छोड़ के भाग जाओ. ഇന്ന് ദൈവദാസന്മാര് ദൈവമക്കള് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഉത്തരഭാരതത്തിലെ സംഭവങ്ങൾ നമുക്കറിയാം. आज भी परमेश्वर के दास दासी लोग प्रार्थना करने के द्वारा जो हमें उत्तर भारत में होते हुए बातों को हम जानते हैं. നമുക്ക് വിശ്വസിക്കാൻ കർത്താവ് ഇതിന് തിരിച്ചടി നൽകും. हम विश्वास करें, परमेश्वर इनके एक बदलाव देने वाला है. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, പ്രതികാരത്തിന്റെ ദൈവമേ എഴുന്നേൽക്കണമേ എന്ന് പറഞ്ഞു. भजन संगीत वाला ऐसा कहा है, ये बदला देने वाला परमेश्वर जाग उठो. ദൈവം എഴുന്നേൽക്കും, അപ്പോൾ അവരുടെ ശത്രുക്കൾ ചിതറും. परमेश्वर जब खड़ा हो जाता है उनके शत्रु तितर बितर हो जाते हैं. അതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ये निशानियां हम इन दिनों में देख रहा है. ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്. परमेश्वर को काम करने के लिए समय है. ദൈവമക്കളെ ശക്തരായാൽ ദൈവം അത്ഭുതങ്ങൾ നടത്തും. परमेश्वर के बच्चे लोग जब सामर्थ्य बन जाएंगे, परमेश्वर अपना काम प्रकट करेंगे. ഒരൊറ്റ ആഴ്ച കൊണ്ട് കുരുത്തു പൊങ്ങിയതാണ് കോക്രോച്ച് എന്ന് പറയുന്ന ഒരു സംഘടന. हमें एक हफ्ता से ही हमें जो पैदा हुआ है कॉकरोच करके एक पार्टी. ആരും ശാന്തരാകുമെന്ന് നിങ്ങൾ കരുതരുത്. हमें कोई भी शांत हमें हो जाएंगे करके सोचो मत. അത് ദൈവം തമ്പുരാന്റെ പ്രവൃത്തിയാണെന്ന് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. ये सब परमेश्वर के काम है करके समझकर हम परमेश्वर को महिमा देना है. അപ്പോൾ ഞാനത് പ്രാർത്ഥനാ വിഷയത്തിൽ തന്നതാണ്. मैं आप लोगों को प्रार्थना निवेदनों के लिए विषय बोला है. അപ്പോൾ ഞാനൊരു പുതിയ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. मैं एक नया बात आप लोगों को बताना चाहता हूँ. ഈ 6000 ഭൂതം ഈ ചെറുപ്പക്കാരന്റെ ദേഹത്ത് എങ്ങനെ കയറി? ये 6000 दुष्ट आत्मा इस जवान व्यक्ति के शरीर में कैसा पहुंच गया? അപ്പോൾ കേട്ടാനും ആളുണ്ടെങ്കിലേ കയറുകയുള്ളൂ. जैसा जिस पर चढ़ने के लिए अवसर है तो वो चढ़ जाएगी. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ഒരു പിന്നെ ഭൂതത്തെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി. यीशु मसीह ने एक बार कहा, एक घर से एक दुष्ट आत्मा को निकाल दिया. അത് വഴി പോയി നിൽക്കുക, वो रास्ता में जाके खड़ा है, എങ്ങോട്ട് പോകാൻ ഒക്കുന്നില്ല. किसी भी तरफ से जाने के लिए नहीं हो रहा है. അപ്പോൾ അപ്പുറത്തുനിന്ന് വേറെ ഒരെണ്ണം ഇങ്ങോട്ട് വന്നു.
तभी देखा दूसरा जगह से और एक आ रहा है। അപ്പൊ നീ എവിടെ പോവാ, എങ്ങോട്ട് പോവാ? എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ, എനിക്ക് കയറാൻ വഴിയില്ലെന്ന് പറഞ്ഞു. तो कहाँ गया करके पूछने के समय वो बोला, मुझे वो घर से निकाल दिया है, मुझे जाने के लिए कोई रास्ता नहीं, നീ എന്റെ കൂടെ കൂടാൻ പറഞ്ഞു. तो मेरे साथ आओ बोला। അത് അപ്പുറത്തോട്ട് ചെന്നപ്പോ അവിടെ ഒരുത്തൻ നിൽക്കും, നീ എവിടെ പോവാ? എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി, എനിക്ക് കയറാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. ये आगे जाने के समय और एक को मिला, उनको पूछा कहाँ जा रहा है, वो बोला मुझे वो घर से निकाल दिया है, मुझे अभी किसी के पास जा नहीं सकता है। അങ്ങനെ 7 വീട്ടിൽ നിന്ന് ഇറക്കിയ 7 എണ്ണം ഒന്നിച്ചുകൂടി. पैसा 7 लोगों के शरीर से निकाला हुआ, नहीं तो 7 घर से निकाला हुआ 7 दुष्टात्मा एक साथ मिल गया। അപ്പോൾ ഈ 6 പേരുടെ വീട്ടിൽ ഈ 7 പേരും കൂടെ ചെന്നിട്ടും അവിടെ എങ്ങും കയറത്തില്ല, അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിരിക്കുക. ये 6 जन के घर पे गया है, लेकिन ये वहां पर ये 7 लोगों को जा नहीं सकता है, वहां पर झाड़ू मार के सब साफ सफाई करके रखा है। എന്ന് പറഞ്ഞാൽ വീടും പരിസരം തൂത്തുവാരി എന്നല്ല, അവിടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ദൈവാനുഗ്രഹവും വെളിപ്പെട്ടത് കൊണ്ട് ആ വീടുകളിൽ തിരിച്ചു കയറാൻ ഒക്കുന്നില്ല. केवल झाड़ू मार के साफ सफाई किया करके नहीं है, वहां पर गाना गा के आराधना करके परमेश्वर के वचन के अनुसार उन लोग आगे बढ़ने के कारण उनके घर पे पहुंच नहीं सका है। അപ്പോൾ ഈ 7 പേരും കൂടെ ആലോചിച്ചു, ആദ്യം ഇറക്കി വിട്ടവന്റെ വീട്ടോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. तो ये 7 लोग मिलकर योजना बनाया, जो पहले हमें निकाला हुआ घर में जाएंगे। അവിടെ ചെന്നപ്പോൾ കേറാൻ പഴുത് കിട്ടി. കേറി ആ വീടിന്റെ തകർച്ച വലുതായിരുന്നു. वहां पर जाके देखने के समय उन्हें वो घर में पहुंचने के लिए अवसर मिला, वो अंदर घुस गया। घुसने की बात उस घर के गिरावट सबसे बेकार थे। അത് യേശു തമ്പുരാൻ പറഞ്ഞ കാര്യമാണ്. वो यीशु मसीह ने बोला हुआ बात है। ഇന്നും പെന്തക്കോസ്തുകാരുടെ വീടുകളിലേക്ക് ഇത് ചെന്ന് കയറുന്നുണ്ട്. आज भी बंदकोस लोगों के घर में ये घुस जाता है। അപ്പോൾ ഈ 6000 എന്ന് പറയുന്നത് പല വീടുകളിൽ ഇന്ന് കയറിയിട്ടുണ്ട്. जो ये 6000 बोलेगा तो कई सारे घरों में आजकल घुस गया है। അപ്പൊ കേറാനുള്ള വഴി ദൈവമക്കളാ ഒരുക്കി കൊടുക്കുന്നത്. जो उसी घर में चढ़ने के लिए परमेश्वर के लोग ही अवसर देता है। അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ കൊണ്ട് സമയം കിട്ടിയ ചേർന്ന് പറയാ, ഇല്ലെങ്കിൽ നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. ഗലാത്യർ 5:19. गलातियों के पत्री 5वां अध्याय 19 आयत में लिखा हुआ है। ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, അഭിചാരം, പട്ടികകൾ തന്നെ താഴോട്ട് പറഞ്ഞു. यहाँ पर हम देखते हैं कि शरीर के काम तो प्रकट है, अर्थात व्यभिचार, गंदे काम, लुचपन, मूर्ति पूजा, टोना, वैर, झगड़ा, ईर्ष्या, क्रोध, विरोध, फूट, विधर्म, ऐसा जो एक बड़ा संख्या वहां दिया है। അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞു ജഡത്തിന്റെ പ്രവൃത്തികൾ ദുർനടപ്പിൽപ്പെടുന്ന ഒന്നാണ്, ദുർനടപ്പ്. यहाँ पर जो पहले कहता है कि शरीर के काम तो प्रकट है, हमें अर्थात व्यभिचार। രണ്ടാമത് പറഞ്ഞു അശുദ്ധി, दूसरा जो काम है, ദുഷ്കാമം, വിഗ്രഹാരാധന ഈ പട്ടികയിലേക്ക് വന്നു. दूसरा जो है गंदे काम, लुचपन और जो मूर्ति पूजा, ऐसा जो संभव में चले जाता है। അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇച്ചിരൂടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. मार्कोस के सुसमाचार में इसके बारे में और थोड़ा अच्छे से कहा हुआ है। അപ്പോൾ വിഗ്രഹാരാധന, ആഭിചാരം എന്നീ പട്ടികയിലേക്ക് വന്നു. जो मूर्ति पूजा है, आमीन, वैसा जो कामों में जो आ गया है। അപ്പോൾ ദൈവമക്കൾക്ക് ഒരു മാനദണ്ഡം കൊടുത്തിട്ടുണ്ട്. परमेश्वर अपने लोगों के लिए एक मार्ग रखा है। അത് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, മർക്കോസ് 7:20 മുതൽ, मार्कोस के सुसमाचार 7वां अध्याय उसका 20वां आयत से पढ़ेगा तो वहां पर हम देखते हैं മനുഷ്യൻ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നതാകയാൽ അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ തന്നെ ദുർചിന്ത, വ്യഭിചാരം ഇങ്ങനെ പട്ടികയിലേക്ക് കൊണ്ടുവന്നു. यहाँ पर कहते हैं कि फिर उसने कहा है जो मनुष्य में से निकलता है वही मनुष्य को अशुद्धता करता है, क्योंकि जो भीतर से अर्थात मनुष्य के मन से बुरी बुरी चिंता, व्यभिचार, ऐसा एक लिस्ट वहां देखते हैं। അപ്പോൾ ദൈവമക്കള് ദൈവവചനം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നു കഴിയുമ്പോൾ അവരിൽ പരിശുദ്ധി ഉണ്ടാകണം. എന്നാൽ അതിന് വിരോധമായി അതിനെ തകർക്കാൻ ശരീരത്തിലേക്ക് മറ്റു പലതരത്തിലുള്ളതായ ശക്തികൾ വരുമ്പോൾ ആ കൂട്ടത്തിൽ പൈശാചിക ശക്തി കയറി വരുന്നു.
हमें जो परमेश्वर के लोगों को गिराने के लिए हमें शैतान की शक्ति जो उनके शरीर में कुछ कुछ काम होने के समय, शरीर में कुछ शक्तियां आने के समय शैतान की शक्तियां उसमें प्रकट हो जाते हैं। അപ്പോൾ അതിന് ആദ്യം പറഞ്ഞ ദുർചിന്ത, ദോഷകരമായ ചിന്തകള്. उसने जो पहले बोला है जो दुर्चिंता करता है, हमें जो बुरी विचार आता है। ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവവൈദ്യൻ അങ്ങോട്ട് പോയപ്പോ उद्धार पाके बपतिस्मा पाया हुआ एक परमेश्वर का बच्चा जाने के समय ആ ഒരു സഹോദരനെ കണ്ടപ്പോൾ മനസ്സിലൊരു ചിന്തയുണ്ടായി. एक भाई को देखने के समय उनके मन में एक विचार आया। ദൈവം പ്രാപിച്ച ഒരു സഹോദരൻ അങ്ങോട്ട് പോയപ്പോ ഒരു സഹോദരിയെ കണ്ടു, മനസ്സിലൊരു ചിന്തയുണ്ടായി. एक परमेश्वर के बच्चे जाने के समय एक बहन को देखा, उनका मन में एक चिंता आया। അപ്പോൾ ആ ചിന്തയിൽ ഒരു 10 പേര് കൂടെ കൂടി. वो चिंता में और 10 जन जुड़ गया। അപ്പൊ ഈ 6000 പേര് തികയ്ക്കണം. तो ये 6000 के संख्या बनाना है। രണ്ടാമത് വ്യഭിചാരം. हमें दूसरा जो काम है व्यभिचार। സ്വന്തം ഭർത്താവിനെ വിട്ടു മറ്റൊരു പുരുഷന്റെ കൂടെയും സ്വന്തം ഭാര്യയെ വിട്ടു മറ്റൊരു സ്ത്രീയുടെ കൂടെയും പോകുന്നതിനാണ് വ്യഭിചാരം എന്ന് പറഞ്ഞത്. जो खुद का पति को छोड़ के दूसरा पति के पीछे, खुद का पत्नी को छोड़ के दूसरा पति के पीछे जाने वाला कामों को कहता है व्यभिचार। അപ്പോൾ ഒരു 20 എണ്ണം തന്റെ കൂടെ കൂടി. तो 20 जन उनके साथ जुड़ा। അടുത്തത് പരസംഗം ചെയ്യുക, പരസംഗം ചെയ്യുക. हमें दूसरा जो है हमें അടുത്തത് കൊലപാതകം, അടുത്തത് കൊലപാതകം. हमें उसकी बात जो खून हत्या करना, മോഷണം, हमें और चोरी करना, അത്യാഗ്രഹം, हमें लोभ। സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ നീ കൊലപാതകത്തിന് ഉത്തരവാദിയാകുമെന്നാ പറഞ്ഞേ. तुम भाई को जब मूर्ख करके कहेगा तो तुम हमें खून किया है उसका बदला लेंगे करके वचन कहते हैं। ബൈബിള് പറഞ്ഞത് രക്തബന്ധമെന്നുള്ള ആ സഹോദരനല്ല, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ കുറിച്ച് ആ സഹോദരൻ എന്ന വാക്ക് പറഞ്ഞത്. प्रभु के वचन में जो भाई करके लिखा हुआ, जो आपके खून के भाई नहीं है, जो विश्वास में आया हुआ जो भाई के बारे में कहते हैं। അടിച്ചു ഒതുക്കി ഇല്ലായ്മ വരുത്തുക, വാക്കുകളാൽ അവനെ തകർക്കുക, പ്രവൃത്തിയാൽ തകർക്കുക, അതാണ് കൊലപാതകം എന്ന് പറഞ്ഞത്. किसी भी तरीका से बातों से उस व्यक्ति को मार कर उनको दबा देना, उसको हमें ऐसा दबा के रखना, इसको कहता है खून हत्या करना। അപ്പോൾ ഒരു 10-30 പിന്നെയും കൂടി. और 10-30 जन वापस और जुड़ गया। അത്യാഗ്രഹം മനുഷ്യനുണ്ടാകുക, അത്യാഗ്രഹം. मनुष्य को लोभ होता है। സഹോദരിമാർക്കൊക്കെ ഇഷ്ടംപോലെ ഡ്രസ് ഉണ്ട്. बहन लोगों को बहुत सारे कपड़ा हैं। അപ്പോൾ ഈ ജവിളിക്കടയുടെ അരികെ കൂടെ കൊണ്ടുപോകാനൊക്കത്തില്ല. കൊണ്ടുപോയ ഭർത്താവിനെ ഇങ്ങനെ കെട്ടിക്കിളിയ ചാ 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 പറഞ്ഞ് അത് മേടിച്ചോണ്ടേ മാറത്തുള്ളൂ. ये कपड़े के दुकान के पास से जाएगा तो हमें उनको जब उनके पति को ऐसा बुलाते बुलाते रहेंगे कि वो उधर लेके जाके उनको कपड़ा खरीदना। ഒന്നുമില്ലാത്ത ഒരു മിക്സി മേടിച്ചു. ഒന്നുമില്ലാത്ത പാവങ്ങളുടെ വീട്ടിൽ ഒരു മിക്സി മേടിച്ചു. हाँ, जो जिसके घर में कुछ भी नहीं है उसने एक मिक्सी खरीदा। അപ്പൊ മിക്സി മേടിച്ചപ്പോ ഫ്രിഡ്ജ് മേടിക്കണം. मिक्सी खरीदने के समय उनको फ्रिज लेना है। ആ ഫ്രിഡ്ജ് മേടിച്ചപ്പോ വലിയ ഡബിൾ കോട്ട് കട്ടിൽ മേടിക്കണം. फ्रिज लेने के बाद उसको 2 डबल कोट का खटिया लेना है। കടമേടിച്ച് ഭർത്താവിനെ ഇട്ട് കഷ്ടപ്പെടുത്തുക, അത് അത്യാഗ്രഹത്തിന്റെ കാര്യമാണ്. हमें जो मिलते हैं उससे भी ज्यादा हमें पति से खर्चा करा के कर्जा के ऊपर खर्चा करके जो गिरा देता, पति को तकलीफ देता है, वो लोभ है। അതൊരു പിശാച. वो भी एक शैतान के काम है। ഞാൻ എന്റെ വാഗൊണ്ട് പറയുന്നതേ ഉള്ളൂ, യേശു തമ്പുരാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. मैंने अपने मुंह से जो कहते हैं यीशु मसीह ने पहले से कहा हुआ बातों है। അപ്പൊ ചതിക്കുക, ഒരുത്തരെ കണ്ടാൽ എങ്ങനെങ്കിലും അവന്റെ കുതികാല് വെട്ടി അവനെ ചതിക്കണമെന്നുള്ളത് അടുത്തത് പറഞ്ഞ്. हाँ, दूसरों को धोखा देने के काम, किसी भी तरीका से दूसरों को गिराने की कोशिश करते हैं। ഒരുത്തൻ നന്നാകുന്നത് ഇഷ്ടമല്ല. दूसरे व्यक्ति अच्छा होना उनको पसंद नहीं होता है। അടുത്തതാണ് ചതിക്കുക, പിന്നെ ദുഷ്കർമ്മം. हमें जो धोखा देना और हमें जो दुष्टता करना। ദുഷ്കർമ്മം. അടുത്തത് പറയുന്നു, ദുഷ്കർമ്മം എന്ന് പറയുമ്പോൾ അവര് മറ്റവ മുടിഞ്ഞു പോകാൻ സാമ്രാണിയും മെഴുകുതിരിയും ആലിന് ചുറ്റും നൂലും കെട്ടി ഏത് വിധേന
ആരെയും ഈ ദുഷ്കർമ്മം ചെയ്യും അവര്. हमें जो दूसरे के विरुद्ध है, दुश्मन करने वाले दूसरे का हमें विरुद्ध उनको गिराने के लिए उनको धागा बांध लेता है, उनको कुछ जादू टोना करके उनको किसी भी रीति से उन्हें गिराने के लिए कोशिश करता है. എന്റെ ഒരു നല്ല ആയുസ് ഉത്തരഭാരതത്തിൽ ചെലവിട്ടത് കൊണ്ട് എനിക്ക് അവിടുത്തേത് അറിയാം. എന്നാൽ വിശ്വാസികളുടെ ചതിവും ദുഷ്കർമ്മവും നാട്ടിൽ വന്നപ്പോ കൂടുതൽ കാണുന്നുണ്ട്. आमीन. मेरी जिंदगी में ज्यादा से समय मैं उत्तर भारत में सेवाई किया है, लेकिन गांव में आने के समय वहां पर देखता है ये दुष्टता और छल की बातें ज्यादा होती हैं. അപ്പൊ 10-20 എന്നെ കൂടെ കൂടി 600 തികയ്ക്കണമല്ലോ. 6000 बनना है और भी 200 लोग जुड़ गए. അടുത്തതാണ് വിടക്ക് കണ്ണെന്ന് പറഞ്ഞ വിടക്ക് കണ്ണ്. और जो कहता है कुदृष्टि. ജോയ് പാഷേ ആ വാക്യം ഒന്ന് വായിച്ചേ. വിടക്ക് കണ്ണ് ബുരി നദർന്നല്ലേ ഇട്ടേക്കുന്നത്. कुदृष्टि. ആ അതിന് നമുക്കറിയാം, ബോംബെയിലും ഗുജറാത്തിലും എല്ലാം ഒരു ചെറുനാരങ്ങായി ഒരു കരിക്കട്ട 6 പച്ചമുളകും കൂടെ ഒരു കമ്പിയെ കൊരുത്തിങ്ങനെ വണ്ടിയുടെയും വീടിന്റെ ഒക്കെ മുന്നിൽ ഇങ്ങനെ തൂക്കിയിടും. आमीन. ये जो कुदृष्टि करता है, आमीन, जो बुरी नजर ना गिरने के लिए उत्तर भारत में देखते हैं कि गाड़ी में और घर में एक नींबू में और एक कोयला लगा के 6 मिर्ची भी लगा के लड़का लेता है. മിർച്ചി ഹരേ മിർച്ചി പച്ചമുളക് കെട്ടിയിടും. हरा मिर्ची लगा के डाल देता है. UP നിന്ന് വരുന്ന ട്രക്കിന്റെ ഒക്കെ പുറകിൽ അത് എഴുതിയിട്ടുണ്ട്, ബുരി നെതർവാലെ തേരി മുഹ്കാലാഹെ. हमें जो कुछ ट्रक में भी लिखी रखा है, ये बुरी नजर वाले तेरे मुंह काला है. എന്ന് പറഞ്ഞാൽ കണ്ണും കൊതിയും കിട്ടരുതെന്ന് അതിന്റെ അർത്ഥം. हमें उसके मतलब ये है कि बुरी नजर नहीं लगना है. ഈ വിടക്ക് കണ്ണുള്ളവര് ഞങ്ങളുടെ റാന്നിക്കാര് പലരുണ്ട്. हमें ऐसा जो बुरी नजर वाला रानी में कई लोग है. എന്നാൽ ഇവരുടെയൊക്കെ മരണമെന്ന് പറഞ്ഞാൽ ദാരുണമായ മരണമാണ്. लेकिन इनका जो मृत्यु है ये एकदम बेकार का मृत्यु होता है. കാരണം അവരെ കൊണ്ട് നടക്കുന്ന ഈ പിശാച കൊണ്ട് നടക്കുന്ന. क्योंकि उनको ये लेके चलने वाला दुष्टात्मा है. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എന്ന് പറയാനുണ്ട്. मेरे जीवन में बहुत सारे अनुभव है इसी के साथ. അതിന് പ്രതിവിധിയുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. हाँ, उनके लिए चुनौती है, लेकिन मैं नहीं कर सकता हूँ. അപ്പോൾ ഇവിടെ പറഞ്ഞു വിടക്ക് കണ്ണുകാര് സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്ന്. ऐसा तो यहाँ लिखा है कि कुदृष्टि वाला या बुरी नजर वाला स्वर्ग राज्य में नहीं जाएंगे. അപ്പോൾ അവന്റെ കൂടെ ഒരു 60 എണ്ണം ഉണ്ട്. उनके साथ 60 लोग हैं. പിന്നെ പറഞ്ഞു ദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുക. फिर तो हमें निंदा करने वाला. അവ ദൂഷണം പറയുമ്പോൾ മറ്റവരെ ഒതുക്കാനാ പറയുന്നത്. क्योंकि जो निंदा करता है दूसरों को दबाने के लिए कोशिश करता है. അപ്പൊ ഇതും വലിയൊരു വിശാശ. ये भी बड़ा एक शैतान है. അവന്റെ കൂടെ ഒരു 15 എണ്ണം കൂടി. उनके साथ और एक 15 जुड़ गया. അടുത്തതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം. दूसरा जो है अभिमानी. ഈ അഹങ്കാരമുള്ളവൻ മറ്റുള്ളവരെ സ്നേഹിക്കത്തില്ല. ये अभिमान वाला दूसरों को प्रेम नहीं करता है. അയ്യോ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാലിലെ പോക്ക് കണ്ടാല് പിന്നൊന്നും പറയണ്ട. उनको कुछ मिलेगा तो फिर उनका चाल चलन देखना है नहीं है, उनको कुछ बोलना भी नहीं. പിന്നെ മൂഢത എന്ന് പറഞ്ഞു. മൂഢൻ. फिर जो है मूर्खता. അപ്പൊ ഈ സമയങ്ങളിലെല്ലാം ഓരോരുത്തരുടെ കൂടെ ഓരോ സംഖ്യയാണ് ഈ മനുഷ്യനോട് കൂടുന്നത്. हमें ये एक व्यक्ति का जो करता है, एक बताता है, उनके साथ एक झुंड उनके साथ जुड़ जाता है. അപ്പോൾ ഈ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, गलातियों के पत्री में ऐसा हम पढ़ा है, ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന എന്നുവരെ പറഞ്ഞു നമ്മള്. हमें शरीर के काम तो प्रकट है, अर्थात वे विचार, गंदे काम, लुचपन, ऐसा हम पढ़ा है. ഇത് 20-ാം വാക്യത്തിൽ ആഭിചാരം എന്ന് പറഞ്ഞു. ആഭിചാരം 20वां वचन में हम पढ़ता है कि मूर्ति पूजा. ഈ ആഭിചാരം മൂർത്തി പൂജയല്ല പക്ഷെ. ഈ ആഭിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ നേർച്ച കാഴ്ചകൾ നടത്തുക. ये जो मूर्ति पूजा बोलेगा तो हमें जैसा कुछ मन्नत मांग के उनके लिए दूसरों के विरुद्ध जो करते हुए जादू टोना जैसा. ഉത്തരഭാരതത്തിൽ നമുക്ക് കാണാം ആലിന് ചുറ്റും നൂല് കെട്ടുന്നത്. उत्तर भारत में हम देखते हैं कि जैसा जो ये वृक्ष के चारों ओर धागा बांध लेता है. പെന്തക്കോസ്തുകാര് വിശ്വാസികള് അവരുടെ വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇങ്ങോട്ട് ഈ സിന്ദൂരം ഇടും. जो पेंतकोस्त के अंदर भी वह विश्वासी लोग जो शादी होने के समय जो माथे पर ऐसा सिंदूर डालता है.
അയ്യോ, ഞാൻ അംഗളക്ഷരത്തിൽ ചെന്നപ്പോ വിശ്വാസികളുടെ നല്ല ഭാഗവും ഈ ചിന്തൂരം ഇട്ടോണ്ടാ വരുന്നത്. जो अंकलेश्वर में जाके देखा वहां पर ज्यादा से ज्यादा विश्वासी लोग भी ये सिंदूर डाल के आता है। ഏതായാലും ഒരു 4-5 മാസം ദൈവവചനം പഠിപ്പിച്ചു, ഞാൻ പറയാതെ അവരെല്ലാം തൂത്ത് കളഞ്ഞു. 4-5 महीना उनको वचन को सिखाया तो उनको बोलने के बिना वो खुद वो सब मिटा दिया। കാലേലും കഴുത്തേലും എല്ലാം വലിയ അലൂമിനിയം കൊണ്ട് തടയുണ്ടാക്കി ഇങ്ങനെ ഇട്ടിരിക്കുക. अब कान में और गला में सब ऐसा इससे बड़ा बड़ा जो ऐसा बांध के डाला था, ദൈവത്തിന്റെ കൃപയാൽ അവര് തന്നെ എല്ലാം ഊരിക്കളഞ്ഞു. परमेश्वर के कृपा से वो गहना सब उन्हीं लोग ही उतार दिया। അതെല്ലാം ബന്ധനത്തിനകത്ത് ഉണ്ടാകുന്നതാണ്. वो सब बंधन में होता है। അപ്പോൾ നേർച്ച കാഴ്ചകള് വ്യാഭിചാരത്തിൽപ്പെടുന്നതാ. ये मन्नत मांगने ये सब ये हमें मूर्ति पूजा में मूर्ति पूजा എന്റെ की വീട്ടുകാർ ഓർത്തഡോക്സുകാരായിരുന്നു. सॉरी ഓർത്തഡോക്സിലായിരുന്നു എന്റെ വീട്ടുകാര്. परमेश्वर के दास के परिवार लोग जो ऑर्थोडॉक्स परिवार के थे, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ നേർച്ച നേരും ഈ ഒരു സമുദായിക്ക്. अगर कुछ भी अगर समस्या होएगा तो उन लोग मन्नत मांगते हैं। അപ്പോൾ അങ്ങനെ നേരുമ്പോൾ അത് സംഭവിക്കുകയും ചെയ്യും. वो ऐसा करने के समय होता भी है। അപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. बाइबल कहता है ऐसा काम नहीं करना। അത് ചെയ്യരുതെന്ന് പറഞ്ഞത് നീ ചെയ്താൽ അതിൽ നിന്നും ഒരു 10 നിന്റെ കൂടെ അങ്ങ് കൂടും. जो नहीं करने के लिए बोला हुआ काम तुम करेगा और 10 शैतान के दुष्टात्मा तुम्हारे साथ जुड़ेंगे। അപ്പൊ ഗലാത്യ ലേഖനം അടുത്ത് പറഞ്ഞ് പകയ്ക്കുക, മറ്റുള്ളവരെ പകയ്ക്കൂ. और कहता है कि ढोना। ഒരു വീട്ടിലെ ഒരു ചെറുക്കൻ കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ട് വന്നു. एक लड़का शादी करके आया, അപ്പോൾ അവന്റെ അനിയൻ പെണ്ണ് കെട്ടിയപ്പോൾ വേറൊരു പെണ്ണിനെ കൊണ്ട് വന്നു. അനിയൻ പെണ്ണ് കെട്ടിയപ്പോൾ വേറൊരു പെണ്ണിനെ കൊണ്ട് വന്നു. उनका छोटा भाई शादी करने के समय और एक लड़की को लेके आया। അപ്പം മൂത്തവനെ കിട്ടിയ ആഭരണത്തെക്കാൾ കൂടുതലുണ്ട് അനിയന്. जो बड़ा वाला जो शादी किया वो उसे ज्यादा मिला है छोटा वाले के शादी में। അയ്യോ, പിന്നുള്ള പകയും വഞ്ചനയും ചതിവും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. वे वहां पर जो वायर हमें ये धोखा देना ये सब कुछ वहां पर शुरू हो गया। ഇന്ന് ഈ പക ഏറ്റവും കൂടുതൽ ബന്ധക്കോസ് പാസ്റ്റർമാരായിരിക്കല. आज ये बंदोकोस के पासवान लोग के बीच में ये वायर रखा है। അങ്ങ് കുടിയിരിക്കുക, ഇവരുടെ ദേഹത്ത് കുടിയിരിക്കുക. उनके शरीर में ये बसा हुआ है। वो ആരെങ്കിലും ഒരു ഇച്ചിരി കൃപ കണ്ടാൽ ആടിച്ചൊതുക്കും അവരെ. किसी के भी पास तो थोड़ा परमेश्वर के अनुग्रह है तो उनको जो मार के दबा देता है। അപ്പോൾ അന്നാരവും 10 കൂടെ കൂടി. तो और 10 लोग उनके साथ जुड़ गया। അടുത്തത് പറയുന്നു പിണക്കം ഉണ്ടാകുക, പിണങ്ങിയിരിക്കുക. और जो कहता है झगड़ा करना। രണ്ട് വിശ്വാസികൾ തമ്മിൽ മിണ്ടത്തില്ല, പക്ഷേ ഈ സഭയ്ക്കകത്ത് 2 പേരും അന്യഭാഷ പറയും. दोनों विश्वासी लोग आपस में बात नहीं करता है लेकिन कलीसिया के अंदर दोनों अन्य भाषा बोलता है। അപ്പോൾ അന്നാരവും 10 പുള്ളിയുടെ കൂടെ കൂടി. तो और 10 शैतान की आत्मा उनके साथ जुड़ गया। അടുത്തത് പറയുന്നു ജാരശങ്ക. और जो कहता है ईर्ष्या। ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നിരിക്കുന്ന ഒന്നാണ് ജാരശങ്ക. ये आज सबसे ज्यादा जो होता है ईर्ष्या। ഭർത്താവിന് വലിയ സംശയമാണ് ഭാര്യ പോയപ്പോ ആരെങ്കിലും നോക്കിയോ എന്ന്. पति को ऐसा संदेह है पत्नी जाने के समय किसी को देखा है क्या। ഭാര്യയ്ക്ക് വലിയ സംശയം അച്ഛൻ പോയപ്പോൾ എന്തെങ്കിലും അവിടെ കണ്ടോ എന്ന്. पत्नी को संदेह है कि जो पति जाने के समय कुछ किसको देखा है क्या। അപ്പോൾ സ്നേഹത്തിന് ചില വർത്താനത്തിന് കുറവ് വന്നപ്പോൾ അവള് സ്ഥിരീകരിച്ചു, അച്ഛന് വേറെ ആളുണ്ട്. प्रेम थोड़ा कम होने के समय पत्नी ने निर्णय लिया है पति के लिए कोई दूसरा कोई है। അപ്പോൾ ആ കേറോബിൽ ഒരു 20 കൂടെ കൂടി. उसी के द्वारा और कुछ शैतान के दुष्टात्मा उनके साथ जुड़ गया। അടുത്തതാണ് ക്രോധം എന്ന് പറഞ്ഞ ക്രോധം. उसके बाद कहता है कि क्रोध। കോപം ക്രോധം ഉപേക്ഷിക്കുക എന്നാണ് ബൈബിൾ പറഞ്ഞത്. बाइबल कहता है हमें ये क्रोध को तुम छोड़ दे। അടുത്തത് പറയുന്നത് ഷാഢ്യം കാണിക്കുക. ഷാഢ്യം, दूसरा जो विरोध करना। ഷാഢ്യവും കാണാൻ നിന്നവരിൽ കൊച്ചു പിള്ളേരൊക്കെ പോയി നിൽക്കണം. हमें ये विरोध करना देखिएगा तो छोटा बच्चों के सामने हम देखते हैं। ഒരു സാധനം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട. एक चीज नहीं चाहिए करके बोलेगा तो फिर नहीं चाहिए। ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയിരിക്കണം. एक चीज उनको चाहिए करके बोलेगा तो उनको मिलना ही है। അയ്യോ, ഇതിനെ ഒന്ന് ഇണക്കി എടുക്കാം, പിന്നെ ഏതെല്ലാം തോളലിട്ടോണ്ട് പോകണമെന്നുള്ളത് മക്കളെ വളർത്തുന്നവർക്കറിയാം. फिर उनको किसी तरीका से उनको आगे लेके जाना है वो बच्चों को पालन पोषण करने वाला जानते हैं। അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു 15 കൂടെ കൂടി. इसी के साथ और कुछ लोग जुड़ गया।
അടുത്തത് ദ്വന്ദ്വപക്ഷം, രണ്ട് പക്ഷം പിടിക്കുക. और कहता है फूट करना। ഇപ്പൊ ഞങ്ങളുടെ കുമ്പനാട്ട് രണ്ട് പക്ഷമാ. कुंभनाट अभी दो भाग हो गया है അപ്പോൾ ആയിരക്കണക്കിന് അവരുടെ കൂടെ കയറിയിരിക്കുന്നത്. और उधर हजारों हजारों दुष्टात्मा में चढ़ा हुआ है। അടുത്തത് പറയുന്നു ഭിന്നത, ഭിന്നിപ്പിക്കുക, വിഘടിപ്പിക്കുക. और कहता है विदर्भ। അടുത്തത് പറയുന്നു അസൂയ. और कहता है कि हमें ठाह। ഇത്രയും കയറി കൂടുമ്പോൾ അടുത്തത് തോന്നുന്നു നല്ല ഫോറിൻ സാധനം വന്നിട്ടുണ്ട്, ഇച്ചിരി ഒന്ന് വീശാമെന്ന് പറയും. इतना सब चढ़ने के समय और कहेंगे अभी फॉरेन का कुछ चीज आया है, हम थोड़ा पिएंगे। പെന്തക്കോസ്ത് പാസ്റ്റർമാര് കേരളത്തിൽ മദ്യപിക്കുന്നവരുണ്ട്. हमें बंदकोस्त पासवान लोग केरला में दारू पीने वाला है। അപ്പോൾ മദ്യപാനമെന്ന് പൗലോസ് എടുത്തു പറഞ്ഞു. पौलुस कहता है मतवालापन, इधर पौलुस हमें और एक ज्यादा फोर्स दे के लिखा हुआ। മദ്യപിക്കുന്നവരുടെ ഒരു 20 എണ്ണം കൂടെ കൂടി. जो मतवालापन करता है उनके साथ और 20 जन जुड़ गया है। അടുത്തതാണ് വെറിക്കൂത്ത് എന്ന് പറയുന്നത്, വെറിക്കൂത്ത്. और कहता है लीला क्रीड़ा। ഇസ്രായേൽ മക്കളെ തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിക്കാൻ എഴുന്നേറ്റു എന്നാണ് തിരുവചനം പറയുന്നത്. इसराइल के बारे में ऐसा कहता है कि वो खाने पीने के लिए बैठा है और नाचने के लिए खड़ा हो गया है। ഒരു 40 വർഷത്തിനു മുമ്പ് പെന്തക്കോസ്തുകാരിടയിൽ ചെന്നാൽ വലിയ ഉണർവ്, ആത്മാവിന്റെ ആരാധനയെല്ലാം ഉണ്ടായിരുന്നു. 40 साल के पगले बंदकोसलों के बीच में जाएगा तो आत्मा की जागृति का आराधना हो जाता थे। അവർ അവിശ്വാസികളായിട്ടുള്ളവർ വന്ന് രക്ഷിക്കപ്പെടുമായിരുന്നു. अविश्वासी लोग आकर उद्धार पाते थे। ഡോക്ടർ മുരളീധരനൊക്കെ അങ്ങനെ വന്നവരാ, കർത്താവിനെ അറിഞ്ഞു വന്നതാ. देखिए एक समय में ऐसा ही जो आया हुआ लोग है अभी यीशु मसीह में खड़ा है। അപ്പോൾ അവർ വെറിക്കൂത്തിന് വേണ്ടി എഴുന്നേൽക്കും, വെറിക്കൂത്തിന് വേണ്ടി लोग लीला क्रीड़ा के लिए खड़ा हो जाता है। എന്നിവ വെളിപ്പെടുന്നു എന്നാണ് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. पौलुस कहता है इन बातों जो प्रकट हो जाता है। എന്നാൽ ഇത്രയും സംഗതിയൊരു തിരിയുന്ന പിശാചെല്ലാം ഒറ്റ മനുഷ്യനെ കയറിയപ്പോൾ അവൻ 6000 എണ്ണമായി മാറി. ऐसा ऐसा जो शैतान के काम है, ये शैतान एक व्यक्ति के शरीर में जुड़ने के समय 6000 बन गया। 6000 എണ്ണമാണ് ഇവിടെ ഈ ഒരു മനുഷ്യനെ കല്ലറയിലേക്ക് നടത്തുന്നത്. वैसा हमें जो जुड़ा हुआ एक व्यक्ति को ये कब्रिस्तान की ओर ले जा रहा है। ഇവനെ കല്ലറയിലേക്ക് കൊണ്ടുപോയി അവിടിട്ട് ഇവൻ നാശം ചെയ്യുകയാ. इन्हें कब्रिस्तान में लेके जाके इन्हें वहां पर सता रहा है। അത് മർക്കോസ് സുവിശേഷം 5:14 വായിക്കുമ്പോൾ അത് 2000 പന്നികളെ കൊണ്ട് കൊന്നത്. हम यहाँ पर जो हम देखते हैं मरकोस के सुसमाचार 5वां अध्याय हमें पढ़ेगा तो वहां पर देखते हैं कि 2000 जो शुभरों को हमें मर डाला है। ഞാൻ എന്റെ ചിന്ത ഇങ്ങനെയാണ്, 6000 ഭൂതം കയറി 2000 പന്നിയെ കൊന്നപ്പോൾ ഒരു പന്നിയെ കൊല്ലാൻ 3 ഭൂതം പ്രവർത്തിച്ചെങ്കിൽ ഈ മനുഷ്യനെ എന്താ കൊന്നുകളയാഞ്ഞത്? यहाँ पर देखते हैं कि 6000 दुष्टात्मा 2000 शुभरों को मर डाला। एक शुभर को हमें शरीर में 3 जो दुष्टात्मा चढ़ने के समय उनको सब मर गया है, तो ये मनुष्य के शरीर में ये बैठा हुआ दुष्टात्मा ये मनुष्य को क्यों नहीं मर डाला? ഒരു പന്നിയെ കൊല്ലാൻ 3 ദുഷ്ടാത്മാവുണ്ട്, പിന്നെ പ്രവൃത്തി വേണമായിരുന്നു. एक शुभर को मर डालने के लिए 3 दुष्टात्मा के काम चाहिए था। യേശുവിന് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ അവനെ കൊല്ലാതിരുന്നത് ദൈവത്തിന്റെ കരുണയായിരുന്നു. यीशु मसीह को दुष्टात्मा के ऊपर अधिकार है, उस अधिकार प्रकट करने के लिए परमेश्वर के दया से उस आदमी को मर डाला नहीं है। കർത്താവിന് മനുഷ്യന്റെ മേൽ മാത്രമല്ല, ആ മനുഷ്യനെ വസിക്കുന്ന പിശാചിനെ ഇറക്കാൻ എന്റെ യേശുവിന്റെ കഴിവുണ്ടെന്ന് അവിടെ വെളിപ്പെടുത്തി കൊടുത്തു. प्रकट करता है कि केवल यीशु मसीह मनुष्य को नहीं है, उनके अंदर बैठने वाला, उनके शरीर में बैठने वाला दुष्टात्मा को भी निकालने के लिए अधिकार है करके इधर प्रकट कर दिया। ബോംബെ താമസിക്കുന്ന ദൈവമക്കളെ ശീലാശ്രമത്തിൽ പോയി കാണും. मुंबई में रहने वाला जो प्रभु के बच्चे लोग सील आश्रम में गया होगा। ഞങ്ങളൊന്ന് പോയി അവിടെ കൊണ്ടുവരുന്ന ഭൂതങ്ങളെ കണ്ട ഒന്നും പറയണ്ട, ഇറക്കത്തില്ല, പക്ഷേ ശുശ്രൂഷിച്ച് സൗഖ്യമാക്കി പറഞ്ഞു വിടുക. वहां पर जाके देखा है कि वहां पर इतने दुष्टात्मा से भरा हुआ लोगों को लेके आता है, लेकिन वहां पर उनका सेवाई के द्वारा उसे चंगाई पाके बेच देता है। കർത്താവ് അവനെ തലമുടി കണ്ടിക്കാനും ശുശ്രൂഷിക്കാനും ഒന്നും പിശാചിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. प्रभु यीशु मसीह उनके बाल काटने के लिए, उनके साफ सफाई करने के लिए रुका नहीं, ये शैतान निकल जा करके बोला। അത് മർക്കോസിന്റെ സുവിശേഷത്തെ വായിക്കുമ്പോൾ
അവൻ കടലിൽ പോകുന്നതിന് മുമ്പ് തന്നെ ആ പിശാചിനെ ശാസിച്ചിരുന്നു എന്നാ വായിക്കുന്നത്. मार्कोस का सुसमाचार में अब बढ़ता है यीशु मसीह समुद्र में जाने के पहले से उस दुष्टात्मा को डांटा है। ശാസിക്കുന്നു, ശാസിച്ചത് കൊണ്ട് അത് വലിയ ബഹളം വെക്കാതെ അത് ശാന്തമായി. अब जैसा उन्हें डांटने के कारण वो बड़ा सताव नहीं देते हुए शांत हुआ। ഇത് ഒരുപാട് സംഭവങ്ങൾ കിടക്കുക ഇന്ന്. ये बहुत सारे संभव उसमें पड़ा है, എന്നാൽ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. लेकिन गलातियों के पत्री में ऐसा कहा है, അത് 5:22 ഇങ്ങനെ വായിക്കുന്നു. पांचवा अध्याय उसके 22 आयत में हम बढ़ता है, ആത്മാവിന്റെ ഫലമോ पर जो आत्मा के फल है സ്നേഹം. प्रेम, അപ്പൊ സ്നേഹിക്കുമ്പോൾ കേറിയതായ ഒരു കൂട്ടർ ഇറങ്ങിപ്പോവും. प्रेम करने ആദ്യം കയറിയതായ പിശാചിന്റെ ഒരു കൂട്ടർ ഇറങ്ങിപ്പോ സ്നേഹിക്കാൻ തുടങ്ങുമ്പോ. प्रेम करना शुरू होने के समय जो पहले चढ़ा हुआ दुष्टात्मा का एक झुंड चले जाता है। ആദ്യം സ്നേഹം വളരേണ്ടത് വീട്ടില. पहले जो प्रेम घर में शुरू होना है, ആദ്യം സ്നേഹം ഭാര്യ ഭർത്തൃ ബന്ധത്തില. पहले का जो प्रेम है पति पत्नी के जीवन में, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സ്നേഹം വെളിപ്പെട്ടാൽ ബാക്കി എല്ലായിടത്തും സ്നേഹം വെളിപ്പെടും. पति पत्नी के जीवन में अगर प्रेम प्रकट हो जाएंगे बाकी सभी जगह में वो प्रेम प्रकट हो जाएंगे। കുടുംബജീവിതത്തിന്റെ സ്നേഹം നഷ്ടപ്പെടാനുള്ളതിന്റെ ഒന്നാമത്തെ കാര്യം, पारिवारिक जीवन में प्रेम नष्ट होने का पहले के कारण ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അവരുടെ ശാരീരിക അഭിലാഷത്തിന് കുറവ് വന്നാൽ അവിടെ വഴക്ക് ആരംഭിക്കും. पति पत्नी के जीवन में शारीरिक अभिलाषों में कमी हो जाता है, वहां पर झगड़ा शुरू होते हैं। രണ്ടാമത്തേതാണ് മക്കളുടെ പേര് പറഞ്ഞ്. दोबारा जो आता है बच्चों के जीवन में। മൂന്നാമത്തേത് സാമ്പത്തിക വിഷയമാ. तीसरा बात है आर्थिक विषय। ഈ മൂന്ന് കാര്യത്തിൽ ഒരു വീട്ടിൽ പ്രശ്നമില്ല എങ്കിൽ ആ വീട് ദൈവിക തുല്യമായ വീടാണ്. आमीन। अगर ये तीनों विषय में घर के अंदर अगर कुछ तकलीफ नहीं है, वो परिवार परमेश्वर के द्वारा आशीष पाया हुआ परिवार। ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചാക്കിയപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങള് സന്താന പുഷ്ടിയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ പൂരോ ഫലോ ബെഡോ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച അവരെ വിട്ടത്. जैसे एदेन बगीचा में परमेश्वर मनुष्य को बनाकर रखने के समय ऐसा कहा है कि तुम आमेन फूलते फैलते और बढ़ते जाओ करके कहा है। യേശു തമ്പുരാനും അപ്പോസ്തലനായ പൗലോസും അനുവാദം തന്നു, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്ക് കടംപെട്ടത് ചെയ്യട്ടെ എന്ന്. यीशु मसीह भी और पौलुस भी वचन से ये हमें अनुमति दिया है कि पति अपने पत्नी के लिए पति के लिए जो कुछ करना है वो कर दो। കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിനകത്തൊരു ചെറിയ ഇന്ത്യ തന്നായിരുന്നു. ये बार मैं बोलने के समय उसके बारे में छोटा से एक बातें कहा था। കുടുംബജീവിതത്തിൽ ഈ രഹസ്യ ജീവിതത്തിൽ തോൽവി വന്നാൽ ചെല്ലുന്നിട മുഴുവൻ പിന്നെ തോൽവിയാ. पारिवारिक जीवन में अगर इसी बातों में अगर गिरावट हुआ है, जाते हुए सभी जगह में गिरावट होगी। ബാക്കിയുള്ള പ്രശ്നമെല്ലാം പുറകെ വരുന്നതേ ഉള്ളൂ. बाकी सब कुछ जो समस्या पीछे पीछे आ जाता है। അപ്പോൾ ഇവിടെ വായിച്ചു സ്നേഹിക്കുക, यहाँ पर कहता है तुम प्रेम करना, പിന്നെ സന്തോഷിക്കുക. उसके बाद आनंद करना। സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല. आनंद करना बोले तो छोटी बात नहीं है। ഇന്ന് നമ്മൾ സന്തോഷിക്കുന്നത് ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിച്ച് കൈയടിച്ച് എല്ലാവരും കൂടെ സന്തോഷിക്കും. जो आनंद करता है बर्थडे के समय जो केक काट के आमीन ऐसा ताली बजा के आनंद करते हैं। അത് കഴിയുമ്പോ പിന്നെ വഴക്ക് വീട്ടിൽ ആരംഭിക്കും. उसके बाद घर में झगड़ा शुरू हो जाता है। അതല്ല പറഞ്ഞത്, പൗലോസ് പറഞ്ഞു സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. और नहीं है पौलुस बोला हुआ, पौलुस कहता है तुम आनंद करो, मैं फिर से कहता हूँ तुम आनंद करो। ആ സന്തോഷം വീട്ടിലുണ്ടായാൽ उसी आनंद घर पे होएगा तो ആ സന്തോഷം അയൽവക്കത്തേക്ക് മാറും. उस आनंद बाजू के घर में भी जाएंगे। ആ സന്തോഷം നമ്മുടെ സഭകളിലേക്ക് ഉണ്ടാകും. उसी आनंद हमारे कलीसिया में आएंगे। അപ്പോൾ കർത്താവ് പറയും സന്തോഷിക്കുമ്പോ കുറച്ച് വിശാഖങ്ങൾ വിട്ടുപോകും. समय और झुंड जो जुड़ा हुआ उसमें से कुछ शैतान निकल जाएंगे। അടുത്തതാണ് സമാധാനം എന്ന് പറഞ്ഞത്. और कहता है मेल, എബ്രായ ലേഖനത്തിൽ പറഞ്ഞത് സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാനെന്നാ. जो वचन कहता है जो मेल कराने वाला धन्य है करके कहता है। സമാധാനം വീട്ടിലുണ്ടാക്കുക, നാട്ടിലുണ്ടാക്കുക, സഭയിലുണ്ടാക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
गलीशिया में, घर में, गांव में, देश में जो मेल को लाने वाला वो है हमें सबसे बड़ी कारण। എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തോളമായി ഈ പ്ലാറ്റ്ഫോമില് ഞാനും സഹകരിക്കുന്നുണ്ട്. मुझे ऐसा लगता है 5 साल से इस प्लेटफॉर्म में मैं भी रहता हूँ। ഞാൻ ആരെയും കുറ്റപ്പെടുത്തി ദോഷപ്പെടുത്തി ആരോടും ഞാൻ പറയുന്നില്ല. मैं किसी का भी हमें बुराई करके दूसरे से बात नहीं करता है। തോമസ് സംഭാഷണാണല്ലോ ഇതിന്റെ ആള്. തോമസ് സംഭാഷണോട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയാൻ വന്നിട്ടില്ല. क्योंकि थॉमसन पास्टर इसको चलाता है, लेकिन उनके साथ मैं किसी का भी बुराई नहीं किया है अभी तक। അതാണ് ഞാൻ പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാനെന്ന്. हमें ऐसा कहता है कि जो मेल कराने वाला धन्य है। ദീർഘക്ഷമ, ദീർഘമായി ക്ഷമിക്കുക. और जो कहता है आमेन, ദീർഘക്ഷമ, धीरज रखना। അടുത്തത് ദയ കാണിക്കുക, ദയ കാണിക്കുക, कृपा करना। തോമസ് സംഭാഷണ ഗ്രാമത്തിൽ വസിക്കുന്നവർക്ക് കമ്പിളി കൊടുത്തതും ആ വീടിന് വേണ്ടി കാര്യങ്ങൾ പറയുന്നതെല്ലാം ഞാനും കേൾക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന്. थॉमसन पास्टर ने जो गांव में रहने वालों को जो चादर देता है, कंबल देता है और कुछ घर के लिए कुछ काम करके देता है, मैं भी ये सुनता हूँ। മറ്റുള്ളവരോട് ദയ കാണിക്കുക, दूसरों से कृपा करता है। പ്രിയ ഓമന സിസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ओमने सिस्टर यहाँ पर है। ഓമന സിസ്റ്റർ ഭർത്താവിന്റെ വീട്ടുകാര് കൊടുത്ത ഭൂമി ദാനധർമ്മം ചെയ്തു, ഗുഡ് ന്യൂസുകാർക്ക് കൊടുത്തു, വീട് വെച്ച് പാപങ്ങൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. ओमने सिस्टर ने अपने जो पति का जो जमीन था उसको गुड न्यूज करके जो संस्था को देख के बोला, ये जो गरीबी लोग है उनके लिए घर बना के दे दो। ഓമന സിസ്റ്ററെ, ഞാൻ പറഞ്ഞത് ശരിയാണോ? ഓക്കെ, ആണോ? അവരുടെ ഭർത്താവിന് അവരുടെ പിതാവിൽ നിന്ന് കിട്ടിയ സ്വത്താണ് സാധുക്കൾക്ക് വീടില്ലാത്തവർക്ക് വേണ്ടി വീട് വെക്കാൻ കൊടുത്തത്. क्योंकि उनका पति को उनका परिवार से मिला हुआ जो संपत्ति था, वो जमीन था, वो जमीन गरीबी लोगों को घर बनाने के लिए उसने दान दिया। അപ്പൊ ദയ കാണിക്കുക മറ്റുള്ളവരോട്, दूसरा के ऊपर कृपा करना, പരോപകാരം കാണിക്കുക, മറ്റുള്ളവരെ കൂടെ സംഘടിച്ച് എല്ലാവർക്കും കൊടുക്കുവാനായിട്ട് പരോപകാരം കാണിക്കുക. और भलाई करना, दूसरों को भी इकट्ठा करके दूसरों के लिए भलाई करना। അടുത്തത് വിശ്വസ്തരായിരിക്കുക, और कहता है विश्वास बनना, സൗമ്യതയുള്ളവരാകുക, नम्रता से रहना ഇന്ദ്രജയം ഉണ്ടാകുക. और संयम होना। ഈ വകയ്ക്ക് വിരോധമായി ഒരു പ്രമാണമില്ല എന്ന് പറഞ്ഞപ്പോൾ ऐसे ऐसे कामों के विरोध में कोई भी व्यवस्था नहीं है करके बोलने के समय നമ്മൾ വിരോധമായ ഒരു 10-28 കൂട്ടം കാര്യം നമ്മൾ മുന്നേ മേളിൽ പറഞ്ഞു. इसके विरोध में हमें 10-30 विषय हम पहले बोला है। അത് ചെയ്യുന്നവന്റെ മേലും അവന്റെ വീട്ടിന് മേലും പിശാചുവൻ ആവർത്തിക്കുമ്പോൾ हमें ये सब करने के समय शैतान हमारे घर के ऊपर आके घेर लेंगे एक समय। 2-ാം ലിസ്റ്റിൽ പറഞ്ഞത് അവരുടെ പാരമ്പര്യമായി അവർക്ക് വെച്ചു പുലർത്തി വരുന്ന വൈശാചിക ശക്തി ഈ കർമ്മകാര്യങ്ങൾ കൊണ്ട് വിട്ടുപോകുമെന്നുള്ളതാണ്. हमें जो उन पर चढ़ा हुआ दुष्टात्मा का शक्ति ये भलाई के काम करने के द्वारा उनके जीवन से निकल जाएंगे। ഞാൻ കല്യാണം കഴിച്ചിട്ട് 42-43 വർഷമായത്. परमेश्वर के साथ शादी करके अभी 43 साल का हुआ है। എന്റെ ചിട്ടയും രീതിയും സ്വഭാവവും അല്ല എന്റെ ഭാര്യയ്ക്ക് അറിയാം. पास्टर का जो रीति है और उनका जो सब कुछ पत्नी अच्छी तरह से जानते हैं। ഇപ്പൊ രാവിലെ ഒരു ചായ ഞാൻ കുടിച്ചു കഴിഞ്ഞു. सुबह एक चाय पी लिया है। ഇപ്പോൾ അടുത്ത കടുങ്കാപ്പിയുടെ സമയമായി. ഭാര്യ കടുങ്കാപ്പി കൊണ്ട് മേശയെ വെച്ച് കഴിഞ്ഞു. दूसरा तो काला चाय पीने का समय हो चुका है, उसने चाय लाके रखा है टेबल में। ഇനി രാവിലത്തെ ആഹാരത്തിനുള്ളത് മനസ്സിൽ പ്ലാൻ ചെയ്തിങ്ങനെ വെച്ചിരിക്കുക. 8:30 ആകുമ്പോൾ എനിക്ക് രാവിലത്തെ ഭക്ഷണം തരും. अभी सुबह का जो नाश्ता के लिए वो तैयार कर रहा है, 8:30 बजे वो नाश्ता मुझे दे देंगे। ഇപ്പോൾ എന്റെ സ്വഭാവം എന്റെ മരുമോള് മനസ്സിലാക്കി കഴിഞ്ഞു. मेरा जो स्वभाव है मेरा बहू भी समझ लिया है। എന്റെ ചിട്ട അവക്കറിയാം. അവൾ ആ കാര്യം കൃത്യസമയത്ത് നടത്തും. मेरा जो रीति उनको मालूम है, इसलिए वो भी समय पर वो सब कुछ करते हैं। അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല എന്ന്. यहाँ पर कहता है ऐसी ऐसी कामों के विरोध में कोई भी व्यवस्था नहीं है। ഒരു കുടുംബത്തിന്റെ സന്തോഷം സമൃദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. एक परिवार के शांति और मेल मिलाप परमेश्वर चाहते हैं।
നമ്മുടെ സമാധാനത്തെ ഉടയ്ക്കാൻ പൈശാചികൻ പല തന്ത്രങ്ങൾ ഉപയോഗിക്കും. हमारा जो मेल को तोड़ने के लिए शैतान कई सारे कामों को करेंगे. ചിലപ്പോൾ ഭാര്യയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ മക്കളിൽ നിന്നായിരിക്കും. कभी कभी पति से होता है, पत्नी से होता है, बच्चों से भी होता है. അതിന് ജാഗ്രതയായിരിക്കണമെന്നുള്ളതാണ്. उसमें तुम धीरज धरना जरूरी है. ട്രാൻസ്ഫോമറിൽ ഒരു എല്ലുമുട്ടും വെച്ചിരിക്കുന്ന ഒരു അടയാളം കൊടുത്ത് ട്രാൻസ്ഫോമറിൽ ഒരു ബോർഡ് എഴുതി വെക്കും. हमें ट्रांसफॉर्मर के सामने एक फोटो रख के एक निशानी देता है. അതേ എഴുതി വെച്ചിട്ടുണ്ട്, അപകടം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപകടം തൊട്ടാൽ അപകടമാണ്. हमें उसमें लिखी रखा है, इसमें अगर छुए तो खतरनाक है करके लिखा है. അതിന്റെ താഴെ എഴുതി വെക്കും ജാഗ്രത എന്ന് എഴുതി വെക്കും. ജാഗ്രത. हमें उसमें जागरण करना करके लिखी रखता है. തൊട്ടുപോയാൽ വിവരം അറിയും. हमें उसमें अगर छुए है तो मालूम पड़ेगी. ഇന്ന് രാവിലെ ആഴ്ചവട്ടത്തിന്റെ പ്രവൃത്തി ദിവസത്തിന്റെ 1-ാം ദിവസത്തിൽ രാവിലെ നിങ്ങൾക്ക് തരുന്നത് ജാഗ്രതയാണ്. आज का ये हमें हफ्ता का वर्किंग डे का पहले दिन में परमेश्वर की आत्मा कहता है तुम जागृत होना. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യം അറിഞ്ഞു പഠിച്ചിരിക്കണം. जिंदगी की हर बहुत सारी बातों को आप सीखना जरूरी है. ചുമ്മാതെ വിളിച്ച് ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. हमें ऐसा ही बुला के स्वर्ग में ना जाएंगे. സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. स्वर्ग राज्य में जाना है तो कुछ व्यवस्था ही रखा है. പൗലോസും പറഞ്ഞു സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞു. पौलुस ने कहा है शैतान को तुम मौका ना देना. പിശാച് വീട്ടിൽ വരാൻ ഞാൻ ഈ വായിച്ചെടുത്ത ഇത്രയും കാര്യത്തിൽ ജാഗ്രതരായിരിക്കണം. പിശാചിന് വീട്ടിൽ വരാൻ ഇടം കൊടുക്കരുത്. हमें शैतान को हमारे घर में आने के लिए मौका ना देना. ये पड़ा हुआ सारे विषयों में आप जागृत रहना. ദൈവം നമ്മളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. परमेश्वर हमें जरूर आशीष करेंगे. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इन वचनों से परमेश्वर हम सबको आशीष करेंगे. എനിക്ക് സമയം അനുവദിച്ചെന്ന ദൈവദാസന്മാർക്ക് നന്ദി പറയുന്നു. സർവ്വദയാലുവായ കർത്താവിന്റെ മഹത്വം കൂടെ ഇരിക്കട്ടെ. ജോയ് പാസ്റ്ററെ, നന്നായി ഞാൻ ഈ രാത്രിയിൽ ഓർത്തു 11 മണിക്ക് ആ വിഷയം അറിഞ്ഞത്. എങ്ങനെ ജോയ് പാസ്റ്റർ ട്രാൻസ്ലേഷൻ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചു.